അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന പണം ഏകദേശം 70 തവണ മോഷണം. SITയുടെ അന്തിമ റിപ്പോർട്ട്. അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ വിശ്വാസികൾ സംഭാവനയായി നൽകിയ പണം കൈകാര്യം ചെയ്തതിൽ ഗുരുതര വീഴ്ചകൾ സംഭവിച്ചെന്ന ആരോപണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം SIT അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. സംഭാവന മോഷണവുമായി ബന്ധപ്പെട്ട് 8 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ക്ഷേത്ര ട്രസ്റ്റിലെ മുൻ പ്രധാന ഭാരവാഹികളായ ചമ്പത് റായ്, അനിൽ മിശ്ര എന്നിവരെ അന്തിമ റിപ്പോർട്ടിൽ പ്രതികളായി ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അതിലേക്ക് വരാം. 2026 ഏപ്രിൽ 27 മുതൽ ജൂൺ 5 വരെയുള്ള കാലയളവിൽ അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന എണ്ണുന്ന മുറിയിൽ പണം മോഷ്ടിച്ചതായി ഏകദേശം 70 സംഭവങ്ങൾ കണ്ടെത്തിയെന്നാണ് SIT അന്വേഷണത്തിലെ പ്രധാന കണ്ടെത്തൽ. CCTV ദൃശ്യങ്ങളും മറ്റ് രേഖകളും പരിശോധിച്ച അന്വേഷണ സംഘം സംഭാവന എണ്ണുന്ന ജീവനക്കാരിൽ ചിലർ പണം വസ്ത്രങ്ങളിലും പോക്കറ്റുകളിലും ഷൂസിലും ഒളിപ്പിച്ചതായി കണ്ടെത്തിയിരുന്നു. അതായത് ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ലെന്നാണ് അന്വേഷണത്തിന്റെ ചിത്രം. തുടർച്ചയായി പല ദിവസങ്ങളിലായി നടന്നുവെന്ന് പറയപ്പെടുന്ന മോഷണങ്ങളാണ് അന്വേഷണത്തിൽ പുറത്തുവന്നത്. ഇവിടെ മറ്റൊരു പ്രധാന ചോദ്യം ഉയരുന്നു. ഇത്രയും തവണ പണം പുറത്തേക്ക് പോകുമ്പോൾ ക്ഷേത്രത്തിലെ സുരക്ഷാ സംവിധാനങ്ങൾ എന്തുകൊണ്ട് അത് തടഞ്ഞില്ല? SIT റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് സുരക്ഷാ സംവിധാനത്തിലെ ഗുരുതരമായ വീഴ്ചകളിലേക്കാണ്. സംഭാവന എണ്ണുന്ന മുറിയിലേക്ക് പ്രവേശിക്കുന്നവരെ നിർബന്ധമായും പരിശോധിക്കേണ്ട ഫ്രിസ്കിംഗ് സംവിധാനം കൃത്യമായി നടപ്പാക്കിയിരുന്നില്ല. പ്രവേശനവും പുറത്തേക്കുള്ള വഴികളും ഉൾപ്പെടെയുള്ള സുരക്ഷാ പരിശോധനകളിൽ വീഴ്ചകളുണ്ടായിരുന്നു. CCTV സംവിധാനത്തിലും പ്രശ്നങ്ങൾ കണ്ടെത്തി. മുൻ അന്വേഷണത്തിൽ SIT ചൂണ്ടിക്കാട്ടിയിരുന്നത് CCTV ദൃശ്യങ്ങൾ ശുപാർശ ചെയ്തിരുന്ന ദൈർഘ്യത്തിൽ സൂക്ഷിച്ചിരുന്നില്ല എന്നതാണ്. സംഭാവന കൈകാര്യം ചെയ്യുന്നതിനുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ കൃത്യമായി പാലിക്കപ്പെട്ടിരുന്നില്ലെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. സംഭാവന പെട്ടികളുടെ താക്കോലുകൾ കൈകാര്യം ചെയ്യുന്നതിലും ജീവനക്കാരുടെ പരിശോധനയിലും രേഖകൾ സൂക്ഷിക്കുന്നതിലും ഉൾപ്പെടെ പല സ്ഥലങ്ങളിലായി വീഴ്ചകൾ ഉണ്ടായിരുന്നുവെന്നാണ് SIT പറയുന്നത്. ഇതിനെ തുടർന്ന് കേസിൽ 8 പേരെ അറസ്റ്റ് ചെയ്തു. അവിനാശ് ശുക്ല, അനുകൽപ് മിശ്ര, ലവ്കുശ് മിശ്ര, മനീഷ് കുമാർ യാദവ്, കരുണേഷ് പാണ്ഡെ, രാംശങ്കർ മിശ്ര, സുഭാഷ് ശ്രീവാസ്തവ, രാംശങ്കർ യാദവ് എന്ന ടിന്നു എന്നിവരാണ് അറസ്റ്റിലായത്. അന്വേഷണത്തിനിടെ ഏകദേശം 79 ലക്ഷം രൂപയുടെ പണവും മറ്റ് ആസ്തികളും വാഹനങ്ങളും പിടിച്ചെടുത്തതായും റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷേ ഈ കേസിൽ ഏറ്റവും രാഷ്ട്രീയമായി ശ്രദ്ധേയമായ ഭാഗം മറ്റൊന്നാണ്. ക്ഷേത്ര ട്രസ്റ്റിലെ മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായുടെ മുൻ അംഗം അനിൽ മിശ്രയുടെയും പങ്കും SIT പരിശോധിച്ചു. ഇരുവരും ജൂൺ 27 സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെച്ചിരുന്നു. എന്നാൽ അന്തിമ SIT റിപ്പോർട്ടിൽ ഇവരെ പ്രതികളായി ഉൾപ്പെടുത്തിയിട്ടില്ല. അതേസമയം അന്വേഷണത്തിന്റെ തുടക്കത്തിലേക്ക് നോക്കിയാൽ ചമ്പത് റായ് തന്നെയാണ് ആദ്യ പരാതി നൽകിയതെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആരംഭിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതിനാൽ തന്നെ ഇപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം, സംഭാവന പണം മോഷ്ടിച്ചതായി ആരോപിക്കപ്പെടുന്ന ജീവനക്കാരെ മാത്രമാണോ ഉത്തരവാദികളാക്കേണ്ടത്? അതോ ഇത്തരം വീഴ്ചകൾക്ക് കാരണമായ ഭരണപരമായ സംവിധാനത്തിനും ഉത്തരവാദിത്തമുണ്ടോ? SITയുടെ അന്തിമ റിപ്പോർട്ട് ഇതിനൊരു പരിധിവരെ മറുപടി നൽകുന്നുണ്ട്. സംഭാവന കൈകാര്യം ചെയ്യുന്ന സംവിധാനത്തിൽ കൂടുതൽ കർശനമായ മേൽനോട്ടം വേണമെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന ശുപാർശകളിലൊന്ന്. പോലീസ് സാന്നിധ്യം വർദ്ധിപ്പിക്കുക, സംഭാവന പെട്ടികൾ കൈകാര്യം ചെയ്യുന്നതിന് കർശനമായ നടപടിക്രമങ്ങൾ കൊണ്ടുവരിക, ജീവനക്കാരെ നിയമിക്കുന്നതിലും നിരീക്ഷിക്കുന്നതിലും കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിനു മുൻപ് പുറത്തുവന്ന SITയുടെ പ്രാഥമിക കണ്ടെത്തലുകൾ ഇതിലും ഗുരുതരമായിരുന്നു. സംഭാവന പണത്തിന് പുറമെ സ്വർണം, വെള്ളി ആഭരണങ്ങൾ തുടങ്ങിയ സംഭാവനകളുടെ കണക്കുകളും അന്വേഷണത്തിന്റെ പരിധിയിൽ വന്നിരുന്നു. സംഭാവനയായി ലഭിക്കുന്ന വിലപിടിപ്പുള്ള വസ്തുക്കളുടെ രേഖകളും അവ പിന്നീട് എങ്ങനെ കൈകാര്യം ചെയ്യപ്പെട്ടു എന്നതും പരിശോധിക്കേണ്ട സാഹചര്യമുണ്ടായി. ഇനി മുന്നിലുള്ളത് രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ തീരുമാനമാണ്. SIT സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് ട്രസ്റ്റ് പരിശോധിക്കും. തുടർന്ന് എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്ന് ട്രസ്റ്റ് തീരുമാനിക്കുമെന്നാണ് ഇപ്പോഴത്തെ വിവരം. ക്ഷേത്ര നിർമ്മാണ സമിതി ചെയർമാൻ നൃപേന്ദ്ര മിശ്ര തന്നെ സംഭവത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു. സംഭാവന മോഷണ ആരോപണം ഒരു അപമാനകരമായ സംഭവമാണെന്നും ഇത് ഞങ്ങളെ നിരാശപ്പെടുത്തിയെന്നും അദ്ദേഹം പ്രതികരിച്ചു.